ഹലോ മക്കളെ, പ്രോഗ്രാമിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഐഡന്റിഫയേഴ്സും അതിൻ്റെ റൂൾസുകളും. അപ്പം നമ്മളൊരു പേര് കൊടുക്കാൻ അറിഞ്ഞിരിക്കണം, പേര് കൊടുക്കുമ്പോൾ റൂൾസുകൾ അറിഞ്ഞിരിക്കണം. അതാണ് മക്കളെ ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ പ്രോഗ്രാമർ കൊടുക്കുന്ന ഒരു യൂസർ ഡിഫൈൻഡ് നെയിം ആണെന്ത് ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഐഡന്റിഫയറിന്റെ പേര് കൊടുക്കുമ്പോൾ, ഐഡന്റിഫയർ അഥവാ നെയിമിംഗ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുകയാണ്, ഐഡന്റിഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിൻ്റെയൊക്കെ സീക്വൻസ് നമ്മളെ ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ, ഇതിന്റെ മൂന്നിന്റെ കോമ്പിനേഷൻ ആയിരിക്കും എന്ത് ഐഡന്റിഫയർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ കോമ്പിനേഷൻ ആണ്? ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് അഥവാ നമ്പേഴ്സിന്റെയും അണ്ടർസ്കോറിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും. നെക്സ്റ്റ് ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എന്തുമായിരിക്കും? ഒന്നെങ്കിൽ ആൽഫബറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അണ്ടർസ്കോർ കൊണ്ടോ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് വൈറ്റ് സ്പേസ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒരിക്കലും അലൗഡ് അല്ല. ഓക്കെ. നെക്സ്റ്റ് കീവേഡ്സ് ഒരിക്കലും ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യത്തില്ല. നെക്സ്റ്റ് എന്താ നമ്മൾ പറയുന്നത്? കീവേഡ്സ് നമ്മൾ 48 കീവേഡ്സ് പഠിക്കുന്നുണ്ടല്ലേ, ആ 48 കീവേഡ്സിൽ ഒരു കീവേഡ്സ് പോലും എന്താണ് നമ്മൾ ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് എടുത്ത് നോക്കടാ, അപ്പർ കേസ് ലെറ്റേഴ്സിനെയും ലോവർ കേസ് ലെറ്റേഴ്സിനെയും ഡിഫറെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതായത് ഒരു പ്രോഗ്രാമിന്റെ ഏതെങ്കിലും ഒരു വശത്ത് വന്നിട്ടാണെങ്കിൽ ക്യാപിറ്റൽ ആയിട്ട് കൊടുത്തു, എന്നിട്ടാണെങ്കിൽ ആ ക്യാപിറ്റൽ ഫംഗ്ഷൻ കൊണ്ട് താഴെ കൊണ്ട് ബി കൊടുത്തു, സ്മോൾ എ കൊടുത്തു കേട്ടോ. അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ക്യാപിറ്റൽ എയും സ്മോൾ എയും ഡിഫറെന്റ് തന്നെ ആയിരിക്കും. അപ്പൊ ഇതാണ് റൂൾസ് ഓഫ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയാല്. ഓക്കെ. അപ്പോൾ ഇവിടെ വെക്കാം, എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ ഇത് കമന്റ് ചെയ്യുക. ഇവിടെ വെക്കാം അണ്ടർസ്കോർ ഫസ്റ്റ്. ഇത് ഐഡന്റിഫയർ ആണോ മക്കളെ? ഇത് ഐഡന്റിഫയർ ആണ്. ഞാൻ പറയുന്നത് ഐഡന്റിഫയർ ആണ്. കാര്യം ഇത് അണ്ടർസ്കോർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഐഡന്റിഫയർ ആണ്. എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അവസരം നേക്കുന്നതാണ്. ADM സ്പേസ് NO ഇത് ഐഡന്റിഫയർ ആണോ അല്ലയോ? ആസ് പെർ ദ റൂൾസ് ഓഫ് ഐഡന്റിഫയർ കേട്ടോ. ഐഡന്റിഫയർ റൂൾസ് പ്രകാരം ഇത് ഐഡന്റിഫയർ ആണോ അല്ലയോ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേസ്. ബൈ.